നമ്മുടെ ഗാർഡനിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ അത്യാവശ്യം ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ നടാനാണ് ഞാൻ ഈ പോട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ശകലം തണുപ്പൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ 2 തൊണ്ടൊക്കെ അടുക്കിയിട്ടാണ് ഞാൻ നടാൻ പോകുന്നത്. ആദ്യം അതിന് വെട്ടാനായിട്ടൊക്കെയുള്ള ടൂൾ എടുക്കാൻ ഞാൻ പോയതാണ്. ഇതാണ് ആള്. നോക്കിക്കേ, മഴയായിട്ട് കൂടിയും അടിപൊളിയായിട്ട് നിറച്ച് പൂ തന്ന് നിൽപ്പുണ്ട്. ഇത് വേറെ പിങ്ക് ഷെയ്ഡാണ്. അതിലും ഫ്ലവർ ഉണ്ടായിരുന്നു, അതാണ് ഈ കരിഞ്ഞ് നിന്നത്. അപ്പോൾ അതിനെയും പോട്ട് ചെയ്യണം. ഇതുണ്ടോ എത്ര കുലകുലിയായിട്ടാണ് ഫ്ലവർ നിൽക്കണമെന്നുണ്ടോ. വേറെ ആരെങ്കിലും ഇത്രയും ആത്മാർത്ഥതയോടെ നമുക്ക് ഫ്ലവർ തരുമോ ഈ മഴക്കാലത്തും? ഒരുപാട് കുഞ്ഞൻ ചെടിയാണ്, എന്നിട്ട് കൂടിയിട്ടും ഒരുപാട് പൂ കുലകുലിയായിട്ട് നിൽപ്പുണ്ട്. ഒരു ബ്രാഞ്ച് പോലും ഒഴിവില്ലാതെ പൂ തന്നിട്ടുണ്ട്. അപ്പം ഞാനതിനെ മറ്റേ പൊട്ടിൻ്റെ സൈഡിൽ തട്ടിയിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. എനിക്കിവിടെ മണ്ണിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നട്ട് വെച്ച് കമ്പ് കുത്തി വെച്ചിരുന്നതിൽ കരിഞ്ഞ കുറച്ച് ചെടികളുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഷെയ്ഡിൽ കയറ്റി വെച്ചിരുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ഇത്തിരി മറന്നുപോയി. അതുകൊണ്ട് പറ്റിയതാണ്, അതെല്ലാം കരിഞ്ഞുപോയി. അപ്പം അതിൻ്റെ മണ്ണിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മൊസാൻ്റെ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കട്ടിങ് എത്ര വെച്ചാലും നാടൻ വെറൈറ്റി ഒഴികെ ഈ ഹൈബ്രിഡ് ഇനങ്ങളൊന്നും പിടിച്ചു കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസകരമാണ്. നിങ്ങൾക്ക് ഹൈബ്രിഡ് ഇനം വെച്ചിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാൻ മറന്നു പോകരുത്. എനിക്ക് ഇതുവരെയും ഭയങ്കര ഫ്ലോപ്പാണ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതിൽ. ഇത് കുറച്ച് കട്ട കെട്ടിയ മണ്ണായിരുന്നു കേട്ടോ, എന്നാലും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിതിനെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞൻ ചെടിയായിട്ട് ഇവിടെ എന്തോരം ഫ്ലവറാണ്. അപ്പോൾ എൻ്റെ മോസാൻ്റെ കുട്ടിയെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.